ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പോവുകയാണ് നമ്മുടെ മുത്തശ്ശനും ആദർശവും ഒക്കെ. അതിനു മുമ്പായിട്ട് കള്ളസ്വർണ്ണം കടത്തുന്ന കേസിൽ നമ്മുടെ അഭിയും ഡേവിഡും അറസ്റ്റിലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയും ഡേവിഡും അറസ്റ്റിലായതിനു ശേഷം നാഗേന്ദ്രനെ കിട്ടാതെ വരികയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നുള്ള കാര്യം നവ്യയ്ക്ക് മനസ്സിലാകുകയാണ്. അത് അഭിയുടെ അച്ഛനാണെന്നും നവ്യയ്ക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ നവ്യ ഈ വിവരം ആദർശിനെ അറിയിക്കുകയാണ്. ആദർശൻ അത് മുത്തശ്ശനെ അറിയിച്ചിട്ട് മുത്തശ്ശനും ആദർശും നന്ദുവിൻ്റെ സഹായത്താൽ നാഗേന്ദ്രൻ്റെ കേന്ദ്രം തേടി പോവുകയാണ്. അങ്ങനെ ആ ലോഡ്ജിലെ റൂമിലെത്തി നാഗേന്ദ്രനെ കണ്ടെത്തുമ്പോഴേക്കും മുത്തശ്ശൻ പകരം ചോദിക്കുന്നുണ്ട്, പഞ്ഞി കിടുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ അവന്തികയും ആ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെ രണ്ടുപേരെയും നന്ദു പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കള്ളസ്വർണം കടത്തിയ കേസിന്. അങ്ങനെ സത്യങ്ങളെല്ലാം വെളിവാകുകയും ആദർശ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി ഓഫീസിലിരിക്കുകയാണ്. അബി അപ്പോഴേക്കും മാളവികയെ വിളിച്ചു വരുത്തിയിരിക്കുക. എന്നിട്ട് മാളവികയോട് പറയുന്നുണ്ട്, മാളവികയെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതിനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറയാം. അപ്പം മാളവിക ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അല്ലെങ്കിലും നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ, നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാടാ അബി എന്നിങ്ങനെ മനസ്സിലോർക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, നമ്മൾ കുറച്ചധികം ഡയമണ്ട്സിൻ്റെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഓർണമെൻറ്റ്സ് ആക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് പണിക്കാരുടെ കയ്യിലേക്ക്. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മാളവിക തന്നെ കൊടുക്കണം എന്ന് പറയാം. മാളവിക പറയുന്നുണ്ട്, ശരി ഞാനത് ചെയ്തോളാം, എന്നോട് ഡേവിഡ് സാറ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബി സാറേ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, ഡേവിഡ് സാറ് പറയുന്നതിനൊക്കെ വില കൊടുക്കണം, അതിലും കൂടുതൽ വില തരണം ഞാൻ പറയുന്നതിന് എന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, ശരി സാർ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയാം. അപ്പം മാളവികയോട് പറയുന്നുണ്ട്, ഇനിയിപ്പം നമുക്ക് കുറച്ച് ചാകരയാണ് വരാൻ പോകുന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് കുറച്ചധികം സ്വർണം വരാനായിട്ടുണ്ട്. ആ സ്വർണം എല്ലാം നമ്മളിവിടെ ഓർണമെൻറ്റ്സ് ആക്കും, നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്യണം മാളവിക, വേണമെങ്കിൽ സഹായത്തിനായിട്ട് ഒരു ഡിസൈനറെ കൂടി വെക്കാം എന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ ചെയ്താൽ പോരെ, ഞാനിപ്പോൾ ചെയ്യുന്നതിലൊക്കെ തൃപ്തിക്കുറവുണ്ടോ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇല്ല തൃപ്തിക്കുറവില്ല, നമ്മളന്ന് ആ ഡീലിന് പോയപ്പം മാളവികയെക്കാളും കുറച്ചുകൂടി നല്ല ഡിസൈൻസ് മൂർത്തീസ് ജ്വല്ലറിക്കാർ വെച്ചിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ആ ഡീല് നഷ്ടപ്പെട്ടത്, അല്ല മാളവികയുടെ ഡിസൈനുകൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം മാളവിക പറയുക, അല്ല സാർ അവിടെ നയന മേഡം ഇല്ലേ, നയന മേഡത്തിൻ്റെ ഡിസൈനുകളോട് കിടപിടിക്കാനൊന്നും എൻ്റെ ഡിസൈനുകൾക്ക് ആവില്ല എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെ നയനയുടെ ഡിസൈനുകളുണ്ട്, പക്ഷേ ഇപ്പോൾ നയന ഡിസൈനിങ്ങിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ആദർശിനൊപ്പമാണ്, പിന്നെ അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ മറ്റൊരു ഡിസൈനറെ കൂടി വച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പണം കൊടുക്കാമെങ്കിൽ ആ ഡിസൈനർ നല്ലതാണെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്ക് അവരെ കൂടി നിർത്താമെന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, അയ്യോ അഭി സാറേ അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഇവിടുത്തെ ഡിസൈനുകൾ ചെയ്തോളാം, അല്ല സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതി, അതുപോലെയല്ല ഞാൻ ചെയ്തോളാം, ഇനി വേറൊരാളെ കൂടി ഇവിടെ കൊണ്ട് നിർത്തണ്ടെന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അല്ല വേറൊരാളെ ഇവിടെ നിർത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല, അത്രയ്ക്ക് എനിക്ക് മാളവികയോട് താല്പര്യമുണ്ട്, മാളവികയുടെ ഡിസൈനുകളോട് എന്ന് പിന്നെ എടുത്തു പറയുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അത് നന്നായി സാർ എന്ന് പറയാണ്. അല്ല ഞാൻ കാണിക്കുന്ന ആ താല്പര്യം മാളവിക കൂടി എന്നോട് കാണിക്കണം. ഇപ്പോൾ തന്നെ ഡേവിഡ് സാറിന് ഒരു ചെറിയ മുറുമുറുപ്പ് മാളവികയോടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ് അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുകയെന്ന് പറയാം. അപ്പം മാളവിക ചോദിക്കുക, അതെന്താ സാർ ഡേവിഡ് സാറിനൊരിത്, അല്ല അന്ന് ഡീലിന് പോയപ്പോൾ മാളവിക ചെയ്തു തന്ന ഡിസൈനുകൾ കൊണ്ട് പോയിട്ട് അതിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് ഡേവിഡ് സാർ പറഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു മാളവിക നല്ല ഉഗ്രൻ ഡിസൈനറാണെന്ന്. അപ്പോൾ ആ ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ മാളവിക എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് ചോദിക്കുക. അപ്പം മാളവികയ്ക്ക് കാര്യം മനസ്സിലാകാണ്. മാളവിക മനസ്സിലോർക്കുക, എടാ നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ ചിന്തിച്ചിട്ട് തന്നെയാടാ ഇവിടെ വന്നിരിക്കുന്നത്, അന്ന് നിനക്കൊന്നും ഡീൽ കിട്ടരുതേന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആ ഡിസൈനുകൾ ചെയ്തു തന്നത്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ആത്മാർത്ഥതയോടെയൊന്നുമല്ല. ഇപ്പം നീ ഇങ്ങനെ വാലാട്ടുന്ന എന്തിനാണെന്നുള്ള കാര്യവും എനിക്കറിയാം, നിൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ലടാ, അങ്ങനെ എന്തെങ്കിലും വേലത്തരായിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ നിൻ്റെ ശവമായിരിക്കും വരാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോഴേക്കും നമ്മുടെ നവ്യ അവിടെ എത്താണ്. നവ്യ ഡോർക്ക് തള്ളി തുറന്ന് അകത്ത് കയറുക. നവ്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മാളവിക അകത്തുണ്ടെന്നുള്ള വിവരേ. അപ്പോൾ നവ്യ അകത്ത് കയറി വരുമ്പോഴേക്കും അബി മാളവികയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അബിക്ക് ദേഷ്യം വരികയാണ്. അബി ചോദിക്കുക, എന്താ നവ്യേ വാതിലൊന്നും മുട്ടാതെ പോലും അകത്തേക്ക് കയറി വരുന്നത്, ഇതൊരു ഓഫീസാണെന്ന് അറിയില്ലേ, ഇത് മാനേജറുടെ ക്യാബിനാന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക.
അപ്പം നവ്യ പറയാ, ഓ അങ്ങനെ സോറി, ഞാൻ ഡോറി മുട്ടാൻ വിചാരിച്ചില്ല. ഞാൻ നിൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അകത്തേക്ക് കയറി വന്നത്. അല്ല, നമ്മൾ ഹസ്ബൻഡും വൈഫും ആണെന്നുള്ള കാര്യമൊക്കെ വീട്ടിൽ, അല്ലാതെ ഇവിടെ ഓഫീസിൽ അതൊന്നും വേണ്ട. ഇപ്പം ഞാൻ മാളവികയുമായിട്ട് കുറച്ച് അർജൻറ്റ് മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ കയറി വരുന്നത് മര്യാദയാണോ നവ്യേ? ഓ അല്ല സോറി, എന്നാൽ നിങ്ങൾ അർജൻറ്റ് മാറ്റർ സംസാരിച്ചോ, ഞാൻ പുറത്തിരിക്കാമെന്ന് പറയാം. അപ്പം മാളവിക പറയുന്നുണ്ട്, അയ്യോ മാഡം സംസാരിച്ച് കഴിഞ്ഞതാ. എന്താണെന്ന് വെച്ചാൽ പുതിയ ഡിസൈനുകളെ കുറിച്ചിട്ടൊക്കെ പറയുമായിരുന്നു സാർ എന്നോട് എന്ന് പറയാണ്. അല്ല മനസ്സിലായി, സാറ് പുതിയ ഡിസൈനുകൾ പലതിനെക്കുറിച്ചും മാളവികയോട് പറയും, പലതും ഡിസൈൻ ചെയ്യുകയും ചെയ്യും, മനസ്സിലായി. അതൊക്കെ മാളവിക മനസ്സിലാക്കിയ മാളവികയ്ക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചെന്ന് ചതിയിലൊക്കെ പെട്ടെന്ന് വരാം എന്ന് പറയാം. അപ്പോൾ മാളവികയ്ക്ക് കാര്യം പിടികിട്ടാണ് കേട്ടോ, നവ്യയ്ക്ക് മനസ്സിലുണ്ട് എന്ന്. അപ്പോൾ മാളവിക പറയും, അയ്യോ മാഡം ഞാനിവിടെ ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം, ഞാൻ പിന്നെ സാറ് വിളിക്കുമ്പം വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുമ്പം ഉടനെ തന്നെ അഭി പറയാം, ഛേ എന്താ നവ്യ ഈ കാണിച്ചത്? മാളവികയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ കുട്ടി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നിൻ്റെ സംസ്കാരം നീ ഇവിടെയും കാണിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കാം. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, നവ്യ പറയാം, അയ്യോ അഭി എന്ത് സംസ്കാരം ഞാൻ കാണിച്ചെന്ന് ഈ പറയുന്നത്? അല്ല നിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ, നീ നേരത്തെ മുതൽ പല പെൺകുട്ടികളോടും ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാളവികയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. ഇനിയിപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ പോലും നീ അങ്ങ് സഹിച്ചേക്ക്, അങ്ങനെ ഇനി ഒരു പെണ്ണെ കൂടെ ചതിക്കാവുന്നൊന്നും നീ വിചാരിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ അഭി, നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലേ? ഇപ്പോഴും നിന്നൊക്കെ എന്നോട് വിരോധമാണോ എന്ന് പറയാണ്. അപ്പം നവ്യ പറയാം, ഏയ് എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പം എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. നമ്മുടെ മോനുണ്ടായതിനു ശേഷം നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിൻ്റെ പക്ഷത്ത് തന്നെയല്ലേ ഞാൻ എപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാവരുത്, അതിനൊരു മുന്നറിയിപ്പ് നൽകിയെന്നേ ഉള്ളൂ എന്ന് നവ്യ പറയാം. അപ്പം അഭി മനസ്സിലോർക്കുക, അതേടി നിൻ്റെ പക്ഷത്ത് തന്നെ, നിനക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ല. അവളുടെ വിചാരം എന്താ? അവളുടെ കഴിവുകൊണ്ടാണ് എനിക്കിവിടെ മാനേജറായിട്ട് ജോലി കിട്ടിയതെന്ന്. അതേസമയം ഈ ജ്വല്ലറിയുടെ എം ഡി ആടി ഞാൻ, എൻ്റെ അച്ഛനാടി ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ. അതൊന്നും നീ മനസ്സിലാക്കുന്നില്ലല്ലോ. നിന്നെ ഇനി ഞാൻ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട. എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടെ, നിന്നെ ഞാൻ ഒഴിവാക്കും. എൻ്റെ ഭാര്യയായിട്ട് നിൽക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അവളുടെ ഒരു അധികാരം എന്നിങ്ങനെ മനസ്സിൽ പറയാം. അപ്പം നവി ചോദിക്കുക, എന്താ അഭി നീ ഇങ്ങനെ പൊറുപൊറുക്കുന്നേ? ഏയ് ഞാനൊന്നും പൊറുപുറത്തൊന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, പുതിയ കുറച്ച് ഡിസൈനുകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുകയായിരുന്നു. അപ്പം നവി ചോദിക്കുക, എടാ നിങ്ങൾ മോഡലിനെയൊക്കെ മാറ്റാൻ തീരുമാനിച്ചെന്ന് കേട്ടല്ലോ, പുതിയ കുറേ ഫിലിം സ്റ്റാർസിനെയൊക്കെ എടുക്കാൻ തീരുമാനിച്ചു, അത് നിൻ്റെ ഐഡിയ ആണെന്നാണല്ലോ ഡേവിഡ് സാർ പറഞ്ഞത്. അതെ അതെൻ്റെ ഐഡിയ, നീ തന്നെ ഇവിടെ മോഡലായിട്ടിരുന്നാൽ പോരല്ലോ. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ റേറ്റ് കൂടി വന്നിരിക്കുകയാണ്, അപ്പോൾ പല ഫിലിം സ്റ്റാർസും ഇങ്ങോട്ട് വന്നിട്ട് മോഡലാവാം, അംബാസിഡർ ആവാമെന്നൊക്കെ പറയുമ്പം അത് നമ്മൾ അവഗണിക്കാൻ പറ്റുമോ? നമ്മുടെ കമ്പനിക്ക് അതൊരു മുതൽക്കൂട്ടല്ലേ. ഒന്നുമില്ലെങ്കിലും പ്രശസ്തരായ കുറേ പേര് മോഡലായിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ വളർച്ച പെട്ടെന്നായിരിക്കും. അങ്ങനൊരു വളർച്ച എന്തിനാ ജ്വല്ലറിക്ക് വേണ്ടെന്ന് വയ്ക്കുന്നേ? അപ്പോൾ നവി പറയാം, അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞാൻ പോരാന്നൊരു തോന്നൽ നിനക്കുണ്ട് അല്ലേ? അപ്പോൾ അഭി പറയും, ഏയ് നവ്യ നീ പോരാന്നൊരു തോന്നൽ എനിക്കോ? നിൻ്റെ കഴിവ് കൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ ജോലിക്ക് കയറിയത്, പിന്നെ എങ്ങനെ എനിക്ക് നീ പോരാന്നൊരു തോന്നൽ വരും? അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല നിൻ്റെ ജോലിയൊക്കെ നടക്കട്ടെ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാം. അപ്പോഴും നവ്യ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, എടാ നിൻ്റെ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി കൊടുക്കും, ഇപ്പോഴും നിനക്ക് ആ ഡീല് കിട്ടാതിരുന്നത് ഞാൻ കാരണമാണെന്ന് നീ അറിയുന്നില്ലല്ലോ. അതുപോലെ നിന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി ആദർശേട്ടനും ഇപ്പം ഇറങ്ങിപ്പോയ ഇവള് മാളവികയും എല്ലാവരും കൂടി ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, നീ അതൊന്നും അറിയുന്നില്ല. നീയും നിൻ്റെ ആ ഒരു കിങ് കോബ്ര ഉണ്ടല്ലോ, അയാളെ പൊളിച്ചടുക്കുന്നവരെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനിക്ക് ഡിവോഴ്സ് കൊടുക്കാനായിട്ട് അനാമിക തയ്യാറാവുന്നില്ല. അനി പോയിട്ട് അനാമികയെ വീണ്ടും കാണുകയാണ്. അനാമികയെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ആ ഡിവോഴ്സ് തരണം. നേരത്തെ നീ അത് മ്യൂച്വൽ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞാണല്ലോ, എന്നിട്ട് ഇപ്പം എന്താ നിനക്കത് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അന്ന് ഞാൻ പറഞ്ഞല്ലോ നിന്നോടൊപ്പം ഒരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് തന്നെയാണെന്ന്. അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഒരു നല്ല കോമ്പൻസേഷൻ കിട്ടിയാൽ അപ്പോൾ ദേ ഇതൊക്കെ ഒഴിവാക്കി അനാമിക അങ്ങ് പോകും, എനിക്കും ജീവിക്കണ്ടടാ. ആഹാ അപ്പോൾ നീ അങ്ങനെയാണ്. ഇപ്പം നീ കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് നമ്മുടെ കേസ് അവസാനിക്കേണ്ട, നീ ഈ കോമ്പൻസേഷൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നീട്ടി വെക്കുന്നത് നീ കണ്ടില്ലേ? ഇതിൻ്റെ അകത്തെ ബുദ്ധി ഇപ്പോൾ ആരുടെയാ? നിൻ്റെ അച്ഛൻ്റെയോ നിൻ്റെ അമ്മയുടെയോ? അപ്പോൾ അനാമിക പറയും, അവരൊക്കെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുത്ത് പോയാൽ മതിയെന്നേ ഉള്ളൂ. മടുത്തടാ, കേസ് കളിച്ച് കളിച്ച് ഞങ്ങൾ മടുത്തു. അത് തന്നെയല്ല, സമൂഹത്തിന് മുമ്പിൽ കിട്ടിയ ആ മാനക്കേടുണ്ടല്ലോ, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവളെന്നുള്ള ഒരു പേര്, അതൊക്കെ എല്ലായിടത്തും ആയല്ലോ. എല്ലാം കൊണ്ടും ഞങ്ങൾ മടുത്തിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുക ആ കോമ്പൻസേഷൻ അങ്ങ് മേടിച്ചിട്ട് ഡിവോഴ്സ് തന്നാൽ മതിയെന്ന്. എന്താടാ നിനക്ക് ധൃതിയായോ നന്ദുവിനെ വിവാഹം കഴിക്കാൻ?
വീട്ടുകാരൊക്കെ സമ്മതിച്ചായിരിക്കുമല്ലേ, നീ ഇപ്പോഴും അവളുടെ പുറകെ തന്നെയാണെന്നറിയാം. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നീണ്ടു പോട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും അനി പറയാ, നീ നീ മനഃപൂർവ്വം ചെയ്യുന്ന ഇത് ഞാനും നന്ദുവും വിവാഹം കഴിക്കാതിരിക്കാനായിട്ട്. നീ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും ഒരിക്കൽ ഞങ്ങൾ വിവാഹം കഴിക്കുമെടാ. അപ്പോഴേക്കും പറയാ അനാമിക, അതിന് എനിക്കൊരു പ്രശ്നമില്ലടാ. നീ ഇനിയിപ്പം നന്ദുവിനെ വിവാഹം കഴിച്ചാലും വേറെ ആരെ വിവാഹം കഴിച്ചാലും ഈ അനാമികയ്ക്കൊന്നുമില്ല. പക്ഷേ ദേ ഞങ്ങളുടെ അവസ്ഥ പരിതാപകരാ. അതിന് അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാൻ ഞാൻ നോക്കുക. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തന്നാൽ നിനക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഇത് നീണ്ടു പോകും എന്ന് പറയുകയാണ്. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മുടെ നവീൻ വക്കീൽ ഒപ്പിച്ച പണിയാണ് ഇതെന്നുള്ളത്. നവീൻ വക്കീലിന് മനസ്സിൽ മുഴുവൻ അറിയാമല്ലോ നന്ദു അനിയും തമ്മിൽ ഇഷ്ടമാണ്, നന്ദുവിനോട് അനിക്കിഷ്ടമാണ് എന്നുള്ള കാര്യം. അതിൻ്റെ ആ ദേഷ്യത്തിന് ഡിവോഴ്സ് കിട്ടാതിരിക്കാനും നന്ദുവിൻ്റെ പുറകെ നടക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു പണി കൊടുത്തത് നമ്മുടെ നവീൻ വക്കീൽ തന്നെയാണ് കേട്ടോ. അനി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. നവീൻ്റെ മനസ്സിൽ പനിയോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ട് താനും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഡേവിഡും അഭിയും അതുപോലെ തന്നെ നാഗേന്ദ്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ഒരു കള്ളസ്വർണ്ണത്തിൻ്റെ വരവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജ്വല്ലറിയിലേക്ക് വരുന്ന ആ കള്ളസ്വർണം അതുണ്ടല്ലോ, അത് നാളെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം അത് ആരും അറിയാത്ത രീതിയിൽ വേണം നമുക്കത് കടത്താൻ. കോടികളുടെ സ്വർണ്ണമാണ് വരുന്നത്. അതുകൊണ്ടുവന്ന് നമ്മുടെ ജ്വല്ലറിയിൽ ഓർണമെൻറ്റ്സ് ആക്കി വിറ്റാലുണ്ടല്ലോ നമുക്ക് ലഭിക്കാൻ പോകുന്ന ലാഭം എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, ശരിയാണ് അബിയു, ഇത് മനസ്സിലാക്കിയിരിക്കണം. അവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നീ കാണിച്ച ഉഴപ്പ് പോലെ ഇനിയും ഒന്നും കാണിക്കാനായിട്ടൊന്നും നിൽക്കരുത്. വളരെ ശ്രദ്ധാപൂർവ്വം ഡേവിഡും അബിയും ചെയ്യണം കാര്യങ്ങൾ. അത് പല സ്ഥലത്തു കൂടിയായിട്ട് പല പ്രാവശ്യമായിട്ടാണ് വരുന്നത്. അതെല്ലാം നമ്മുടെ ജ്വല്ലറിയിൽ എത്തിച്ച് അവിടെ മേക്കിങ്ങിനായിട്ട് കൊടുക്കണം. അബി, നീ ആ മാളവിയെ കൊണ്ട് കുറച്ചധികം ഡിസൈൻസ് ചെയ്യിക്കുക. നയനേക്കാൾ നല്ല ഡിസൈനുകൾ ചെയ്യിപ്പിക്കണം. എന്നിട്ട് നല്ല ഡിസൈനിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാക്കി മാറ്റി വിറ്റാലേ ഇന്നത്തെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. സ്വർണത്തിൻ്റെ വിലയൊക്കെ അങ്ങ് മാറി നിൽക്കും എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നാളെ തന്നെ സാധനം വരുന്നുണ്ടെങ്കിൽ അത് കടത്താനുള്ള ആൾക്കാരെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, വളരെ സൂക്ഷിച്ചു വേണം. ഒരുപാട് സ്വർണ്ണമുണ്ട്. അത് പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാവരും അകത്താകുമെന്ന് മാത്രമല്ല കോടികളുടെ നഷ്ടം കൂടി ഉണ്ടാകും. അബിയും അതുപോലെ ഡേവിഡും വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അച്ഛാ ഇതൊന്നും എന്നെ അച്ഛൻ പഠിപ്പിക്കാനൊന്നും പോകണ്ട. ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ കുറച്ച് കാലം ഇതൊക്കെ ചെയ്തതാ. കള്ള സ്വർണം കൊണ്ടുവന്ന് ഞാൻ നിന്ന ബ്രാഞ്ച് വഴി ഓർണമെൻറ്റ്സ് ആക്കി വിൽക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിലാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്. ആദർശ് അത് കയ്യോടെ പൊക്കുകയും ചെയ്തു. അനിയാണെങ്കിൽ ജ്വല്ലറിയിൽ ഒരു ജോലി പോലും തരാതെ എന്നെ പുറത്താക്കി. ഇപ്പോൾ അവനവിടെ MD ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അവന് നാശം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ആ ഡീലിൽ അവൻ്റെ മുന്നിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ ലാഭമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജ്വല്ലറി ഉന്നങ്ങളിൽ എത്തിയിട്ട് വേണം ഈ ജ്വല്ലറിയിൽ MD ആണ് ഞാനേ എന്ന് പറഞ്ഞ് എനിക്ക് തല ഉയർത്തി അവൻ്റെ മുന്നിൽ നിൽക്കാൻ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാം, അങ്ങനെ തന്നെ ചെയ്യണം മോനെ. പിന്നെ ഈ ഇവിടുത്തെ MD ആവാന്നുള്ള മോഹം നിനക്കുണ്ടെങ്കിൽ നീ നിൻ്റെ കഴിവുകളൊക്കെ തെളിയിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ മോള് അവന്തികയ്ക്ക് ഞാൻ ഇതെല്ലാം കൂടി അങ്ങ് കൊടുക്കും. അവളെ നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വിടേണ്ടവളാണല്ലോ എന്ന് ഓർത്ത് ഒറ്റ കാരണത്താൽ മാത്രമാണ് നിനക്ക് ഞാൻ തന്നേക്കാന്ന് വിചാരിച്ചത്. പക്ഷേ നീ നിൻ്റെ കഴിവ് തെളിയിക്കണം. നീ ഈ ഒരു പരിപാടി വെച്ച് നീ നിൻ്റെ കഴിവ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നിന്നെ അങ്ങ് ഞാൻ ഏൽപ്പിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ അബിക്ക് അങ്ങ് അഹങ്കാരാകുക. അഭിമാനസി വിചാരിക്കുകയാണ്, എൻ്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ അവസരമാണ്, ഇതെങ്ങനെയെങ്കിലും ഞാൻ തെളിയിക്കും. എന്തായാലും ഇത് മുഴുവൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും ഞാൻ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണേ. അങ്ങനെ പിറ്റേ ദിവസം ഇതെല്ലാം വരാൻ പോവാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേവിഡും അബിയും കൂടി നിന്ന് സംസാരിക്കുകയാണ് ഈ വിവരം. അപ്പോൾ നമ്മുടെ നവ്യ അതുവഴി വരിക. അപ്പോൾ നവ്യ ഇവരുടെ സംസാരത്തിലെ ആ ഒരു രഹസ്യം കണ്ടിട്ട് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തു കൂടിയൊക്കെയാണ് വരുന്നത്, ഞാൻ അവിടെ പോയി നേതൃത്വം കൊടുത്തോളാം. ഡേവിഡ് ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോളൂ, നമ്മളുടെ രണ്ടിൻ്റെ നേതൃത്വത്തിലായിരിക്കണം ആ കൂടുതൽ സ്വർണം വരുന്നത്, ബാക്കിയുള്ളവർക്ക് മറ്റേ റൂട്ട് വഴി വരണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഒരിക്കലും അച്ഛനൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അച്ഛനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുള്ള വിവരം ഒരു കണക്കിനും പുറത്തു വരാൻ പാടില്ല. അഥവാ ഇനി നമ്മളെങ്ങാനും പിടിക്കപ്പെട്ടാൽ, അല്ല പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല, പിടിക്കപ്പെട്ടാലും അച്ഛൻ്റെ പേര് നമ്മൾ വ്യക്തമാക്കരുത്. അച്ഛൻ അവിടെ മറയിൽ തന്നെ ഇരിക്കണം. ജ്വല്ലറിയുടെ MD നാഗേന്ദ്ര അവിടെ തന്നെ ഇരിക്കണം, അല്ലാതെ പുറത്തു വരരുത്. അച്ഛൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ അച്ഛൻ മറഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അപ്പം ഡേവിഡും പറയുന്നുണ്ട്, അതെ, നമ്മളത് ആരോടും പറയാനും പോകുന്നില്ല. അബിസാറിനും എനിക്ക് മാത്രമല്ലേ ആ വിവരം അറിയുള്ളൂ. മറ്റുള്ള നമ്മുടെ സ്റ്റാഫിനോ ഇത് കൊണ്ടുവരുന്നവർക്കോ ഒന്നും അറിയില്ല. ക്യാരിയേഴ്സൊക്കെ അത് കൊണ്ടുവന്നിട്ട് അവരങ്ങ് അവരുടെ പണി നോക്കി പോവുള്ളൂ. നമ്മുടെ രണ്ടിൻ്റെയും പേര് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പിന്നെ നാഗേന്ദ്ര സാറിനെ കുറിച്ച് അവരറിയാനൊന്നും പോകുന്നില്ല.
നമ്മൾ തന്നെ ഇത് രഹസ്യമായിട്ട് വെക്കും. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കില്ല. നമ്മൾ ആ സ്വർണം മുഴുവൻ ഇവിടെ എത്തിക്കും, ഓർണമെന്റ്സ് ആക്കി വെക്കും. അങ്ങനെ വിചാരിക്കാം ബിസാറേ എന്ന് പറയാനാണ്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മളിത് നേടിയിരിക്കും, കോടികളുടെ ലാഭമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൈയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ നവ്യ കേട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്ക് സംഭവം മനസ്സിലാകുകയാണ്. നവ്യ മനസ്സിലാക്കുന്നുണ്ട് കോടികളുടെ സ്വർണം വരുന്നുണ്ട്, അത് ടാക്സ് ഒക്കെ വെട്ടിച്ചു വരുന്ന കള്ള സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന റൂട്ടിലാണ് കാരിയേഴ്സ് കൊണ്ടുവരുന്നത്, അവിടെയൊക്കെ റെയ്ഡ് നടത്തിയ ഈ സാധനം കിട്ടും എന്ന് നവ്യയ്ക്ക് മനസ്സിലാകാണ്. അതോടൊപ്പം നവ്യ മനസ്സിലാലോചിക്കുകയാണ്, ആരായിരിക്കും ഈ നാഗേന്ദ്ര? അഭിയുടെ അച്ഛനായിരിക്കുമോ? അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിയുടെ അച്ഛൻ പണ്ട് പിണങ്ങിപ്പോയ ആ നാഗേന്ദ്ര തന്നെയായിരിക്കും ഇത്. അയാളായിരിക്കുമോ ഈ AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ? അതായിരിക്കും ഇവനെ ഇവിടെ ജോലിക്ക് കയറ്റിയതും ഡേവിഡ് ഉൾപ്പെടെയുള്ളവർ ഇവനെ സാറേ എന്ന് വിളിക്കുന്നതും. എന്തൊക്കെയോ പന്തികേടുണ്ട്. അങ്ങനെ അഭിയുടെ അച്ഛൻ നാഗേന്ദ്രയാണ് ഈ ജ്വല്ലറിയുടെ ഉടമസ്ഥനെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടിനെയും തകർക്കാൻ നോക്കുന്ന ആൾ അയാൾ തന്നെയായിരിക്കും. അഭിക്കും ഇതിൽ നല്ല പങ്കുണ്ടാവും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ആദ്യം തന്നെ സ്വർണം വരാനുള്ള ആ ചാലുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നന്ദുവിന് കൈമാറണം. നന്ദു അത് റെയ്ഡ് ചെയ്ത് പിടിക്കട്ടെ. ഇവന്മാരത് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. രണ്ടാമത്തെ തകർച്ച അവനുണ്ടാവണം. അബിയുടെ ഓരോ തകർച്ചയും കണ്ട് എനിക്ക് സന്തോഷിക്കണം. പിന്നെ അവൻ്റെ അച്ഛനാണ് AM ജ്വല്ലറിയുടെ ഓണറെങ്കിൽ അതവൻ്റെ അവസാനമായിരിക്കണം. പെരുങ്കള്ളനായ അയാളും ആ കിങ്കോബ്ര അയാളും അകത്ത് കിടന്ന് അഴിയെണ്ണണം. പക്ഷേ ഇത് ആദർശേട്ടനെ അറിയിക്കണം. നാഗേന്ദ്ര എന്ന് പറയുന്ന ആൾ അബിയുടെ അച്ഛനാണോന്നും അയാൾ തന്നെയാണോ AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നുള്ള വിവരം അറിയണമെങ്കിൽ മുത്തശ്ശനും അറിയണം. അതിന് ആദർശേട്ടനെ ആ വിവരം അറിയിക്കണം. ആ പറയുന്ന ഹോട്ടലിൽ താമസിക്കുന്ന ആ കിങ്കോബ്ര ചിലപ്പോൾ അബിയുടെ അച്ഛൻ നാഗേന്ദ്ര തന്നെയായിരിക്കും. അവിടെ എത്തിപ്പെട്ട് ആളെ പിടിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് നവ്യ. ഉടനെ നവ്യ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് മെസ്സേജ് അയപ്പിക്കുകയാണ് നന്ദുവിന്. ഈ സ്വർണം വരുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുൾ അയക്കുകയാണ്. അപ്പം നന്ദുവിന് വാട്സപ്പ് മെസ്സേജായിട്ട് ഇത് വരും. അപ്പം നന്ദു നോക്കുമ്പം ഈ വിവരങ്ങളെല്ലാം കാണുകയാണ്. അപ്പോൾ ഉടനെ നന്ദു അവിടെ സംസാരിക്കുന്നുണ്ട് സേവിയറിനോട്. അതെ, ഇതേ ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ഇതേതാണെന്നൊന്ന് ട്രാക്ക് ചെയ്യണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം സേവിയർ ഇത് നോക്കിയിട്ട് പറയുന്നുണ്ട്, മാഡം നേരത്തെ ചില നിർണായക വിവരങ്ങളും ആദർശ സാറിന് ഈ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ശത്രുക്കളല്ലെന്ന് വിചാരിക്കാം. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഏതായാലും റെയ്ഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ, രഹസ്യമായിട്ട് തന്നെ നീങ്ങണം മാഡം എന്ന് പറയണം. അങ്ങനെ നന്ദു രഹസ്യമായിട്ട് ഈ റെയ്ഡിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി ആദർശിനെ അറിയിക്കുകയാണ്. നാഗേന്ദ്രയാണ് ഈ AM ജ്വല്ലറിയുടെ ഓണറെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ടെന്നും ഇന്ന ലോഡ്ജിൽ ഇന്ന റൂമിൽ അദ്ദേഹം ഉണ്ട്, അവിടെ ചെന്ന് കണ്ടുപിടിക്കാമെങ്കിൽ പിടിച്ചോളാനും അബിയുടെ അച്ഛനാണ് അത് എന്നും ഒക്കെ പറയുമ്പം ഈ ഇത് വായിച്ചിട്ട് നമ്മുടെ ആദർശം ഞെട്ടിപ്പോവാണ്. ആദർശന് ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രയെ കറക്റ്റായിട്ട് അങ്ങ് വ്യക്തമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോഴുള്ള മുഖം പോലും ഓർമ്മയില്ല. അങ്ങനെയുള്ളപ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടാവും. പണ്ട് നമുക്ക് ഈ നമ്പറിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അങ്ങനെയുള്ളപ്പം ഇതിലും എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. ഏതായാലും മുത്തശ്ശനെ കൂട്ടിയിട്ട് വേണം അവിടെ പോകാൻ. കാരണം ഈ നാഗേന്ദ്രയെ കണ്ടാൽ അറിയാൻ പറ്റുന്നത് മുത്തശ്ശനാണ്. അതുമാത്രമല്ല, മുത്തശ്ശനുമായിട്ട് ശത്രുതയുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അയാളെ പിടിക്കാൻ മുത്തശ്ശൻ കൂടി വരണം. മുത്തശ്ശൻ്റെ മുമ്പിൽ ഈ നാഗേന്ദ്രയെ എനിക്ക് കൊണ്ടു നിർത്തണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു റെയ്ഡ് ചെയ്ത് പിടിക്കുകയാണ് കേട്ടോ. ഈ സ്വർണം മുഴുവൻ AM ജ്വല്ലറിയിലേക്ക് വരുന്ന കള്ളസ്വർണം മുഴുവൻ കൂടെ അബിയെ നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ്. അതോടുകൂടി അബി പറയുക, നീ എന്നോടുള്ള വൈരാഗ്യം തീർക്കാനല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് നന്ദുവിനോട് ചോദിക്കുക. നന്ദു പറയുന്നുണ്ട്, നീ മിണ്ടാതെ അകത്ത് കയറാൻ പറയണം. അങ്ങനെ നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്ന് അബിയെയും ഡേവിഡിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സ്വർണം പിടിക്കുക, കോടികളുടെ നഷ്ടമാണ് നാഗേന്ദ്രയ്ക്ക് ഉണ്ടാകുന്നത്. നാഗേന്ദ്രയും അവന്തികയും റൂമിൽ നിൽക്കുകയാണ്. അവർ ഈ കാര്യങ്ങൾ സംസാരിക്കുക. അവന്തിക അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ നമുക്ക് ഒരുപാട് നഷ്ടമുണ്ടായി, മാത്രമല്ല ഏട്ടനെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പം നാഗേന്ദ്രൻ പറയാം, ശരിയാ, അവനെ എന്ന് മുതൽ എൻ്റെ കൂടെ കൂട്ടിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വന്ന് ഡോറിന് മുട്ടുകയാണ് മുത്തശ്ശനും ആദർശും അതുപോലെ തന്നെ നന്ദുവും കൂടി. ഡോറ് ചെന്ന് തുറക്കുവാണ് കേട്ടോ നമ്മുടെ നാഗേന്ദ്ര. തുറക്കുമ്പോഴേക്കും കാണുന്നത് ഇവരെ 3 പേരെയാ. ഞെട്ടി അകത്തേക്ക് വലിയാണ്. അപ്പോൾ മുത്തശ്ശൻ അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുക, ആഹാ, നീ ആയിരുന്നല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ? നീ ആയിരുന്നല്ലേ AM ജ്വല്ലറിയുടെ MD നാഗേന്ദ്ര? ഡേവിഡിനെ വെറും ഒരു ബിനാമിയായിട്ട് വച്ചിരിക്കുകയായിരുന്നു. ചുമ്മാതല്ല നിൻ്റെ മകനെ കൂടി അവിടെ കൂട്ടിയത്. ആഹാ, ഇവളും ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് കുത്തിപ്പിടിക്കുകയാണ് മുത്തശ്ശൻ നാഗേന്ദ്രയുടെ കഴുത്തിലേക്ക്. അപ്പം നമ്മുടെ അവന്തികൻ തള്ളി മാറ്റാൻ ചെല്ലുമ്പം നന്ദു അവന്തിക ഇങ്ങനെ പിടിക്കുകയാണ്. ഇവിടെ വാടി, ഇവിടെ നിൽക്കടി എന്ന് പറയാം.
അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, അച്ഛനും മോനും മോളും കൂടി ചതിക്കായിരുന്നല്ലേ. എടി അവന്തികെ, നീ ആ വീട്ടിൽ നിന്നുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എല്ലാവരെയും അച്ഛൻ്റെ കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ. നിന്റെ അമ്മ ജലജയേക്കാളും മിടുക്കിയാണല്ലോ നീ. അവളെ കാര്യം ഇങ്ങനൊന്നും ചതിച്ചിട്ടില്ല. നീയും മകനും ഇവളും കൂടി ഞങ്ങളെ ചതിക്കായിരുന്നു. ആനന്ദപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേ. നീ പല പ്രാവശ്യം ആദർശിനെ ചതിച്ചിട്ടില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വാശി വെച്ചതും ആദർശിനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ ഉറപ്പിച്ചതും. ഇപ്പം എൻ്റെ കൊച്ചുമോൻ ആദർശുണ്ടല്ലോ, അവൻ നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അവൻ ജയിച്ചു. അവൻ ഇനി അഭിമാനത്തോടു കൂടി വരും അനന്തപുരിയിലേക്ക് എൻ്റെ കൊച്ചുമോനായിട്ട് എന്ന് പറഞ്ഞ് ആദർശിനെ മുത്തശ്ശൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിൽ നമ്മുടെ നാഗേന്ദ്രയെ അവന്തിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് നല്ല കളറാ സ്വർണം കൊണ്ടുവന്ന കേസിന്. അങ്ങനെ മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആദർശ് മോനെ, നീനും നയനും മോളും അനന്തപുരിയിൽ തന്നെ ഉണ്ടാവണം. എനിക്കൊരു തെറ്റിദ്ധാരണയില്ലായിരുന്നു, പക്ഷേ നീ അഗ്നിശുദ്ധി വരുത്തി വരേണ്ടത് എൻ്റെ കൂടി ആവശ്യമായിരുന്നു മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്